ഹലോ ഗൈസ്, നമ്മളിവിടെ ട്യൂലിപ്സ് ഗാർഡൻ കാണാൻ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. കണ്ടോ, കയറി ചെല്ലുന്ന എൻട്രി തന്നെ അവർ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി ചെന്നിട്ട് അവർ നമ്മുടെ ടിക്കറ്റൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് കയ്യിലൊരു ട്യൂലിപ്പിൻ്റെ ഒരു ചെറിയ സ്റ്റാമ്പൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റിയിട്ടത്. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ഒരു കാപ്പി കുടിച്ചിട്ട് തന്നെ തുടങ്ങി. അത്യാവശ്യം നല്ല രീതിക്ക് റഷായിരുന്നു. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം. പിന്നെ നല്ല വെതറായിരുന്നു കേട്ടോ, അതുപോലെ നല്ല ചൂടുമായിരുന്നു അന്നത്തെ ദിവസം. നമ്മൾ ക്രോളിയിലുള്ള ട്യുലിപ്സ് ഫീൽഡിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവർ ക്ലെയിം ചെയ്യുന്നത് ഇവരാണ് UK ലാർജസ്റ്റ് ട്യുലിപ്സ് ഫീൽഡ് എന്നാണ്. ഒരാൾക്ക് ഏകദേശം 20 പൗണ്ടോളമാണ് നമ്മുടെ ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇവർ ചെറിയ ഗാർഡൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പക്ഷേ നമ്മൾ ഒരു 1 വീക്കിന് ശേഷമാണ് പോയത്, ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വിരിഞ്ഞ് നിൽക്കുമായിരുന്നു. ശരിക്കും ആ ട്യുലിപ്സിൻ്റെ ഭംഗി വരുന്നത് അധികം വിരിയാതിരിക്കുമ്പോഴാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി. പോകുന്ന വഴിക്ക് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അവർ ഒരു പ്ലേസ് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാറുകൾ, ഐസ്ക്രീം ഷോപ്സ്, കോഫി ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ ഒരുവിധപ്പെട്ട ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഗാർഡനിലേക്കുള്ള എൻട്രി വരുന്നത്. പോകുന്ന വഴിയൊക്കെയും അവർ ഭയങ്കര ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫീൽഡിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. ഒരു ഡേ ഫുള്ളും നമുക്ക് മടുപ്പില്ലാണ്ട് സ്പെൻഡ് ചെയ്യാനുള്ളത് മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നമ്മൾ എക്സ്ട്രീമിലി വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ മെയിൻ ഗാർഡനിലേക്ക് എത്തിക്കാണ്. അപ്പോൾ നമുക്ക് കാണാം.
ആദ്യം നമ്മൾ വന്നത് ഈ ഒരു കുന്നിൻ്റെ മേലെയുള്ള ഈ ഒരു ഫീൽഡിലോട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതാ ഇതെന്താ ഇത്ര ഉള്ളൂലോ എന്നാണ് വിചാരിച്ചത്. പിന്നെ അവിടുന്ന് നേരെ താഴെ നോക്കിയപ്പോഴാണ് ഈ ഒരു വലിയ ഫീൽഡ് കണ്ടത്. പിന്നെ ഞങ്ങൾ നേരെ താഴോട്ട് പോയി. അത്യാവശ്യം വലിയ ട്യൂലിപ്സ് ഫീൽഡാണിത്. ഏകദേശം 120 വെറൈറ്റിയിൽ 1.5 മില്യൺ ഫ്ലവേഴ്സ് തന്നെ അവിടെ ഉണ്ട്. ഫ്ലവേഴ്സൊക്കെ ശരിക്കും അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കോമ്പിനേഷൻ അനുസരിച്ച് കോൺട്രാസ്റ്റിലുള്ള ഫ്ലവേഴ്സൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. കൂടാതെ നമുക്ക് ഫോട്ടോ എടുത്തു തരാനും നമ്മളെ ഗൈഡ് ചെയ്യാനും എല്ലാം അവിടെ സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫീൽഡൊക്കെ നമ്മൾ ഒരുവിധം കവർ ചെയ്ത് നമ്മൾ പുറത്തേക്ക് കിടന്നു. പിന്നെ നമ്മൾ ഈ നേരത്തെ കണ്ട ആ വുഡൻ ഹൗസിലോട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കയറി. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടന്നപ്പോഴാണ് പുറത്ത് ഫ്ലവർ ഗേൾസ് നിൽക്കുന്നത് കണ്ടത്. ഒത്തിരി പേര് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നിന്നില്ല, നേരെ പുറത്തേക്ക് ഇറങ്ങി. എക്സിറ്റിൽ തന്നെ ട്യൂലിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അതിനകത്തും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ട്യൂലിപ്സിൻ്റെ വുഡൻ ഫ്ലവേഴ്സൊക്കെ അവർ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അങ്ങനത്തെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.